വെൽക്കം ടു എ ഫോർ എഡ്യൂക്കേഷൻ. ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേബിൾ ബിലോ provides data on the number of candidates who appeared and qualified in a test during the year from 2014 to 2019 from 5 different zones J, K, L, M and N. In accordance with the table, answer the question 1 to 6. ഓക്കെ, നമുക്കിവിടെ ഒരു ടാബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജെ, കെ, എൽ, എം ആൻഡ് എൻ 5 സോൺസ് തന്നിട്ടുണ്ട്. ഈ ഓരോ സോൺസിലും ഒരു ടെസ്റ്റ് അപ്പിയർഡ് ചെയ്തിട്ടുള്ളതും ക്വാളിഫൈ ചെയ്തിട്ടുള്ളതുമായ ആളുകളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. 2014 to 2019 ഈ 6 ഇയറിലുള്ള എണ്ണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what was the average number of candidates who appeared in the test from zone N over all the years together? ഓക്കെ, അതായത് ആവറേജ് ആണ് നമുക്ക് കാണേണ്ടത്. ആവറേജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ഹു അപ്പിയർഡ് ഇൻ ദ ടെസ്റ്റ് ഫ്രം സോൺ എൻ. സോൺ എന്നിൽ എല്ലാ ഇയറും കൂടി അപ്പിയർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ആവറേജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആവറേജ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ടോട്ടൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൺ എന്നിന്റെ അപ്പിയർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണമാണ് കാണേണ്ടത്. ഇതാണ് അപ്പിയർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. സോ ഇതിന്റെ സമ്മ് നമ്മൾ കാണണം. ഓക്കെ, ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്മ് 0, 3, 8, 4 4830 എന്ന് കിട്ടും. സമ്മ് 4830 അപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇവിടെ നമ്മൾ 6 ഇയർ ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. സം ഡിവൈഡഡ് ബൈ നമ്പർ ഈസ് ഈക്വൽ ടു 4830 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഇത് ഹരിച്ചു കഴിഞ്ഞാൽ 48 6 8 പ്രാവശ്യം, ഒന്നിന് പോലെ 0, 30 5 പ്രാവശ്യം. സോ 805. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 805 ആണ്. നമുക്ക് ഈ എല്ലാ ഇയറിലും സോൺ എന്നിൽ അപ്പിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ആവറേജ് എന്ന് പറഞ്ഞത് 805 ആണ്. ഓപ്ഷൻ ഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് who appeared in the test from zone K in the year 2017 was approximately what percentage of the number of candidates who qualified the test from zone L in the year 2019? അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൺ കെയില് അപ്പിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് എപ്പം 2017 സോൺ കെയിൽ അപ്പിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചത്. ആരുടെ 2019 ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളുടെ എവിടുന്ന് സോൺ എല്ലിൽ നിന്ന്. സോ നമുക്ക് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. നമുക്ക് എന്ത് പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്? 2017 കെ എന്ന് പറഞ്ഞിട്ടുള്ള സോണിൽ നിന്ന് അപ്പിയർ ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് നമുക്ക് പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണേണ്ടത്. 2017 കെ എന്ന് പറഞ്ഞ സോണിലുള്ള അപ്പിയർ ചെയ്തിട്ടുള്ള ആളുകൾ അപ്പോൾ 2019 എൽ സോണിൽ ക്വാളിഫൈ ചെയ്തിട്ട ആൾക്കാരുമായിട്ട് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നമ്മളുടെ ചോദ്യം. സോ ഇൻറ്റു 100. സോ 2017 ഇതാണ്. 2017 കെ സോണിൽ നിന്ന് അപ്പിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 540 ആണ്. സോ 540 ഡിവൈഡഡ് ബൈ 2019 എൽ സോണിൽ എന്ന് പറഞ്ഞത് ഇതാണ്. എൽ സോണിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 740 ആണ്. 540 upon 740 into 100. ഓക്കെ, which is equal to 72.97, approximately 73%. എന്താണ് ഈ 73%? അതായത് സോൺ കെയിൽ 2017 ഈ ടെസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ 73% ആണ് ആരുടെ സോൺ എല്ലിൽ 2019 ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളുടെ. ഇതാണ് നമ്മുടെ ചോദ്യം. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. Third question,
The total number of candidates who qualified the test in the year 2018 and 2019 together was the second highest in the zone. Okay, അതായത് 2018ലും 2019ലും ഈ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരെ സം എടുത്തു കഴിഞ്ഞാൽ അതിൽ സെക്കൻഡ് ഹയസ്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സോണിലെയും 2018ലെയും 2019ലെയും സമ്മ് നമ്മൾ കാണണം. ഓക്കെ, അപ്പോൾ ജെ സോണിൽ ഈ ഒരു ലൈന് ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. ഈ ലൈന് താഴേക്കുള്ള ക്വാളിഫൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സമ്മാണ് നമുക്ക് കാണേണ്ടത്. ഒന്ന് ഈ സമ്മ് കാണണം, അടുത്തത് ഈ സമ്മ് കാണണം, എല്ലിൽ ഇവിടെ കാണണം, എമ്മിൽ ഇത് കാണണം, എന്നിൽ ഇത് കാണണം. ഓക്കെ, സം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1040 വരും, 1160 വരും, 02 1420 വരും, 0661 1660 വരും, ആൻഡ് 0361 1630 വരും. ഇതിൽ ലാർജസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ഇത് ഫസ്റ്റ് പ്രൈസ് നമുക്ക് കൊടുക്കാം. സെക്കൻഡ് എന്നുള്ളത് ഇതാണ്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? സെക്കൻഡ് ഹയസ്റ്റ് ഇൻ സോൺ ആണ് ചോദിച്ചത്. സെക്കൻഡ് ഹയസ്റ്റ് ഇൻ സോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇത് എൻ ആണ്. എൻ എന്ന് പറഞ്ഞിട്ടുള്ള സോണാണ്. സോ നമ്മുടെ ഓപ്ഷൻ ബി എൻ. Fourth question, the ratio of number of candidates who appeared in the test from zone J in the year 2014. 2014ൽ ജെ സോണിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ആൾക്കാരും the candidates who qualified the test from zone M in the year 2016. 2016ൽ സോൺ എമ്മിൽ ക്വാളിഫൈ ചെയ്തതുമായിട്ടുള്ള ആൾക്കാരുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 2014ലെ ജെ സോണിലെ അപ്പിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ ഈസ് ടു 2016ലെ എം സോണിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ, ഈ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 2014ലെ ജെ സോണിൽ അപ്പിയർ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320 ആണ്. ഓക്കെ, 320 ഈസ് ടു 2016ലെ എം സോണിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 560 ആണ്. സോ ഇതാണ് നമ്മുടെ റേഷ്യോ, 320 ഈസ് ടു 560. പിന്നെ നമുക്ക് ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും 0 ക്യാൻസലായി 32 ഈസ് ടു 56. 32 ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 16 ഈസ് ടു 28, 8 ഈസ് ടു 14, 4 ഈസ് ടു 7. സോ ഇത്രയും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ഓപ്ഷൻ 4 ഈസ് ടു 7 ആണ്. സോ ഓപ്ഷൻ എ. So last question from this section, the difference between the number of candidates who appeared and qualified in the test from zone M in given period was the second lowest in the year. So നമ്മുടെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സോൺ എമ്മിൽ അപ്പിയർ ചെയ്തിട്ടുള്ളതും ക്വാളിഫൈ ചെയ്തിട്ടുള്ളതുമായ ആളുകളുടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സെക്കൻഡ് ലോവസ്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ സോൺ എമ്മിൽ അപ്പിയർഡ് ചെയ്തിട്ടുള്ള ആൾക്കാരും ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഡിഫറൻസ് എടുക്കണം. സോ അപ്പിയർ ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണത്തുനിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറച്ചാൽ മതി. സോ 2040ൽ 420 മൈനസ് 240 ആണ്. 420 മൈനസ് 240 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. ദെൻ 2015ൽ 740 മൈനസ് 330 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 410 കിട്ടും. ദെൻ 2016ൽ 830 മൈനസ് 560 830 മൈനസ് 560 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 270 കിട്ടും. ദെൻ 2017ൽ 930 മൈനസ് 640 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 290 കിട്ടും. ദെൻ 2018ൽ 1140 520 കുറക്കുക. 1140 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 620 കിട്ടും. ദെൻ 2019ൽ 1420 1140 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 280 കിട്ടും. ഓക്കെ, നമ്മൾ ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫറൻസിൽ സെക്കൻഡ് ലോവസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞത് 2014 ആണ്. ഇതാണ് ഏറ്റവും ചെറുത്. ഇതിൻ്റെ നേരെ തൊട്ട് മേലുള്ളത്
270 ആണ് 270 ആണ്. ഓക്കെ, 270 ഉള്ളത് 2016ലാണ് 270 ഉള്ളത്. സോ സെക്കൻഡ് ലോവസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 2016 ആണ്. സോ അവർ ആൻസർ ഈസ് ആൻസർ ബി. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡാറ്റ ഇന്റർപ്രിറ്റേഷനിൽ ഉണ്ടാവുക. നമുക്ക് ഒരു സെറ്റും കൂടി ഡിസ്കസ് ചെയ്യാം. സെക്കൻഡ് സെറ്റ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. ദ ഫോളോയിങ് ടേബിൾ ഷോ നമ്പർ ഓഫ് പേജസ് പ്രിന്റഡ് ബൈ ദ 5 പ്രിന്റേഴ്സ് A to E during Monday to Friday. Study the table and answer the following question. So 5 printers ഉണ്ട്, A to E, A B C D E 5 printers ഉണ്ട്. ഇവ പ്രിന്റ് ചെയ്യുന്ന പേപ്പേഴ്സിന്റെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഈ 5 ഡേയ്സിൽ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പേജസ് പ്രിന്റഡ് ബൈ ദ പ്രിന്റർ ഇ? പ്രിന്റർ ഇ പ്രിന്റ് ചെയ്തിട്ടുള്ളതും ആൻഡ് പ്രിന്റർ ഡി പ്രിന്റ് ചെയ്തിട്ടുള്ളതും ആയിട്ടുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രിന്റർ ഇ ഓൺ മൺഡേയും പ്രിന്റർ ഇ ഓൺ മൺഡേയും, അതായത് ഇതും, ആൻഡ് പ്രിന്റർ ഡി ഓൺ വെനസ്ഡേ, പ്രിന്റർ ഡി ഓൺ വെനസ്ഡേ, ഡി ഓൺ വെനസ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത് 40 ആണ്. സോ ഇത് നമ്മളുടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്, അതായത് 25:40, 25:40. സോ രണ്ടിന് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5:8 എന്ന് കിട്ടും, 5:8 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഡി 5:8. Okay, then second question, which printer has printed third lowest number of pages in all the 5 days taken together? Okay, third lowest ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 5 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിന്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും തേർഡ് ലോവസ്റ്റ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ നമുക്ക് ഓരോ പ്രിന്ററും ടോട്ടൽ എത്ര പേജസ് പ്രിന്റ് ചെയ്തു എന്നുള്ളതിൻ്റെ സമ്മ് നമ്മൾ കാണണം. ഓക്കെ, സോ എ ടോട്ടൽ പ്രിന്റ് ചെയ്ത് കിട്ടാൻ ഇത് മൊത്തത്തിൽ കൂട്ടുക, താഴോട്ട് കൂട്ടിയാൽ മതി. സോ എ മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 155 കിട്ടും. ബി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 124 കിട്ടും. സി മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 167 കിട്ടും. ഡി മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 140 കിട്ടും. ആൻഡ് ഇ മൊത്തത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 112 കിട്ടും. സോ നമുക്ക് തേർഡ് ലോവസ്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, തേർഡ് ലോവസ്റ്റ് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചെറുത് ഇവിടെ 112 ആണ് ഏറ്റവും ചെറുത്. ഇതിൻ്റെ തൊട്ട് മേലുള്ളത് ബി 124 ആണ്. ഇതിന് കഴിഞ്ഞിട്ടുള്ളത് 140 ആണ്. ഇതാണ് തേർഡ് ലോവസ്റ്റ്. സോ നമ്മളുടെ ഓപ്ഷൻ ഡി, തേർഡ് വൺ, ഓപ്ഷൻ ഡി. തേർഡ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് പേജസ് പ്രിന്റഡ് ബൈ all printers in 5 days is. Total number of page printed by all printers. ഓക്കെ, എല്ലാ പ്രിന്ററിൻ്റെയും ടോട്ടൽ മൊത്തത്തിൽ എത്ര പേജ് പ്രിന്റ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം സംഖ്യകൾ തമ്മിൽ കൂട്ടാനാണ് നമുക്കുള്ളത്. ഓരോ ദിവസവും ഓരോ പ്രിന്ററും പ്രിന്റ് ചെയ്തത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പ്രിന്റേഴ്സ് 5 ഡേയ്സ് കൊണ്ട് എത്ര പേജ് പ്രിന്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സമ്മ് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചെയ്തു. ഇവിടെ 155 ആണ്, ഇവിടെ 124 ആണ് ഇതിൻ്റെ സമ്മ്. 167 ആണ്. ഇത് 140 ആണ്. ഇത് 112 ആണ്. സോ ഇനി ഇത് ഒക്കെ അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പേജസ് പ്രിന്റഡ് ബൈ ദീസ് പ്രിന്റേഴ്സ് ഇൻ ഓൾ ദീസ് 5 ഡേയ്സ് കിട്ടും. സോ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 698 കിട്ടും. തേർഡ് വൺ ആണ് നമ്മുടെ ഓപ്ഷൻ. Fourth question, in all 5 days of printing, what percentage of pages printed by printer D has been printed by printer E? ഓക്കെ, ഈ 5 ദിവസത്തെ പ്രിന്റിങ്ങിൽ ഡിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ പ്രിന്റ് ചെയ്തിട്ടുള്ളത് എന്നാ ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ ഡിയുടെയും ഇയും ടോട്ടലായിട്ട് എത്ര പ്രിന്റ് ചെയ്തെന്ന് കാണണം. അപ്പോൾ ഇതിൻ്റെ സമ്മ് എടുത്ത് കഴിഞ്ഞാൽ ഡി ടോട്ടൽ 140 ആണ്, ഇ ടോട്ടൽ 112 ആണ്. ഓക്കെ, അപ്പോൾ ഡിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് ഈ പ്രിന്റ് എടുത്തിട്ടുള്ളത് എന്നാണ് നമ്മളുടെ ചോദ്യം. സോ പെർസെൻറ്റേജ് വിച്ച് ഈസ് ഈക്വൽ ടു പ്രിന്റർ പ്രിന്റഡ് ബൈ ഇ അപ്പോൺ
printer D into 100 which is equal to print E 112 ആണ് and printer D ലുള്ളത് 140 ആണ് into 100 which is equal to 80%. So option B ആണ്. And last question, ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. What is the average number of pages printed by printer C on Monday, Wednesday, Thursday and Friday taken together? Okay, printer C യിൽ Monday, Wednesday, Thursday and Friday ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ ആവറേജ് എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ മൺഡേ ഇൻ കേസ് ഓഫ് സി മൺഡേ 35 പേജസ് ആണുള്ളത്. ഓക്കെ, വെനസ്ഡേ 33 പേജാണ് ആൻഡ് തേഴ്സ്ഡേ 32 പേജാണ് ആൻഡ് ഫ്രൈഡേ 37 പേജാണ്. ഓക്കെ, ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 137 കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ആവറേജ് ആണ് കാണേണ്ടത്. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വിച്ച് ഈസ് ഈക്വൽ ടു സം ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, സം എന്നുള്ളത് നമുക്ക് 137 എന്ന് കിട്ടി. നമ്മൾ എടുത്തിട്ടുള്ള ഒബ്സർവേഷൻ ഏതൊക്കെയാണ്? മൺഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അതായത് 4 ഒബ്സർവേഷൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, 137 ഡിവൈഡഡ് ബൈ 4 നമുക്ക് ഈസ് ഈക്വൽ ടു 34.25 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡിസ്കസ് ചെയ്ത പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഞങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.